സബ്സ്ക്രൈബ് ചെയ്യാറില്ല അല്ലേ? ഞാൻ വീഡിയോ ഇടലും അങ്ങനെ കണക്കാണ്, ആവണി വരില്ല. അതാണ് ഒന്നാമത്തെ കാരണം. എനിക്കാണെങ്കിൽ ഫോണുമില്ല. നോക്കണ്ട, ഇത് അടി പിടിച്ച് കഴിഞ്ഞിരിക്കണ പാത്രവും കുറച്ച്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? കേക്ക് ഉണ്ടാക്കാൻ പോണം. ഒരു കേക്ക്, ഒരു പരീക്ഷണമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാറില്ല, അവനിടക്ക് ഉണ്ടാക്കാറുണ്ടല്ലേ. ഓറിയോയും പിന്നെന്താണ് ഡയറി മിൽക്കൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞി കേക്കിന്റെ പരീക്ഷണമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണ്ട, കണ്ടിട്ട് ലൈക്ക് ചെയ്തത് സബ്സ്ക്രൈബ് എന്ന് വെച്ച്. ആദ്യം തന്നെ നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് ചതച്ചെടുക്കാം. പിന്നെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് കിട്ടുമല്ലോ. മിക്സിലിട്ടടിക്കണം. പാലൊഴിക്കുമ്പോൾ അപ്പൊ ഈ ഫോൺ താഴെ കൊണ്ട് കഴിഞ്ഞപ്പോ ശംഖു പടഞ്ഞില്ല. 120 മാറി കിട്ടും. എന്റെ ഫോണേ പോയി ഒരു ഫോൺ പോലും ഇല്ലാണ്ടിരിക്കണേ. അതാണ് എന്റെ ഇവിടെ ഫോൺ തന്നെ പോയിട്ടിരിക്കണേ. അപ്പൊ അതിന്റെ ശംഖു പൊടിഞ്ഞിരിക്കണേ. അതാ ചോദിച്ചത്, താഴെ പോയപ്പോ ശംഖു പൊടിഞ്ഞു. അപ്പൊ എല്ലാ ബിസ്ക്കറ്റും ഇങ്ങനെ പൊടിച്ച് പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സി കിട്ടാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയായിരുന്നു. മടിയാണെന്ന് നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം ഇതിലിങ്ങനെ പൊടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പാചകക്കാരി ആവണിയാണ് കേട്ടോ. കാരണം ഇതുപോലെ തലക്കുലത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. വേറെ നല്ല പാത്രം ഉണ്ട്, അതിൻ്റെ അടിയിലിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഉരുളി പോലത്തെ ഇതല്ല ഇതിൻ്റെ അടിയിലിരിക്കണത്. അടിഭാഗത്ത് പാത്രം വലിയ കാട്ടപാത്രം ചെറുതിരിപ്പുണ്ട്, ഇതിൻ്റെ അടിയിലുണ്ട്. അതല്ലേ ഞാനിപ്പോ എടുത്തത്. അതിനൊരു കുഞ്ഞിതുണ്ടെന്ന് ഇത്ര ഉള്ളത്. എത്ര ഉള്ളോ നമ്മുടെ കേക്ക്? ഇത്ര വേണ്ട, പിന്നെ എന്തോരം ഉണ്ടാവും? കൂടുതലുണ്ടാവും. വേറെ പാത്രവും ഇല്ല. പിന്നെ പാത്രം ഉണ്ട്, അത് അവിടെയാണ് തോന്നുന്നു, അപ്പുറത്ത്. മറ്റേ ആ ചെറിയ പാത്രം തന്നെയല്ലേ? ഉരുണ്ടതല്ല, ഇത് മല പോലെ ഇരിക്കും. എല്ലാ ബിസ്ക്കറ്റും നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് എന്താണ് ഒഴിച്ചു കൊടുക്കണം? പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട് കേട്ടോ. പാലൊഴിച്ചൊന്ന് ബിസ്ക്കറ്റ് അല്ലേ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുഴഞ്ഞു പോകും. കുറച്ച് ഇതുപോലെ പാല് വെച്ചൊന്ന് നനച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ പിന്നെ വേറെ ബിസ്ക്കറ്റ് വാങ്ങിക്കാം. ഞാൻ 2 ബിസ്ക്കറ്റ് വെച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. 4 ബിസ്ക്കറ്റ് വെച്ച് വാങ്ങിക്കുമ്പോൾ നിറഞ്ഞിരുന്നോട്ടെ, എങ്ങനെ വീഡിയോ എടുക്കുമ്പോ നല്ല ടേസ്റ്റൊക്കെ. നമ്മളിതിന് മുന്നേ ഒരു ദിവസം ഞാനുള്ളപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓർക്കണ്ട? അന്ന് പക്ഷേ കുളമായിട്ട് കഴിച്ചുമില്ലെന്ന് തോന്നുന്നു, കളഞ്ഞ്. അതെന്താണ് ക്രീമൊക്കെ നമ്മള് മറ്റേ വിപ്പിംഗ് ക്രീം കിട്ടിയില്ല. എന്നിട്ട് നമ്മള് മൈദപ്പൊടി കിട്ടി, പക്ഷെ ഡേറ്റ് കഴിഞ്ഞതല്ല, നമുക്ക് മറ്റേ ബീറ്റർ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ മിക്സിലിട്ട് കറക്കിയപ്പോ അത് വെള്ളം പോലെ എന്തോ പറ്റി. ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല ആ ടൈമില്. ആകെ അലമ്പായി, കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിപ്പ്. ഇത് മിക്സ് ചെയ്തിട്ട് കാണാട്ടാ.
കുറച്ച് മതി, അത് മതിയായിരിക്കും. നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്കിന് നെയ്യുടെ ടേസ്റ്റ് കഴിച്ചിട്ട് സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്കിനി എന്താണ്, ഈ പാത്രത്തിൽ നമ്മൾ നെയ്യ് തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എന്ത് ചെയ്യണം, ബേക്ക് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആരും നോക്കണ്ട, ഇത് അടി പിടിച്ച് കഴിഞ്ഞിരിക്കണ പാത്രവും. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ഒന്ന് കത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. ഇതുപോലൊരു വളയം വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഈ സംഭവം വെച്ച് കൊടുക്കാം. ചെറിയ പാത്രമാണ്, ഇച്ചിരി കൂടെ വലുതാണ്. ഇത് ചൂടാറിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. എടുക്കാൻ പറ്റിയാ മതി. നെയ്യ് തടവി എടുക്കാൻ പറ്റുമല്ലോ. എനിക്കറിഞ്ഞൂടാ, നീ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കണം. ഞാൻ പാത്രത്തിൽ എടുക്കാറില്ല, ഞാൻ അതേപോലെ തന്നെ തിന്നും. പാത്രത്തിൽ നിന്ന് എടുത്ത് കഷ്ടപ്പെടണം. കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ചേരാൻ കൂടിയിരിക്കണം. ഇതായി നോക്ക് എത്ര നേരം വെക്കണം. 10 അത് മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫസ്റ്റ് ഞാൻ തിളക്കണമല്ലോ, തീ കൂട്ടി വെക്കാം. പിന്നെ അത് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കത്തുപിടിക്കും. എന്താണ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. 10 മിനിറ്റോളം കേൾക്കട്ടെ. തീ കുറച്ചിടണം. അപ്പം ഇപ്പം 5:46. ഈ കേക്ക് നമുക്ക് നിന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയാൽ. ഇതല്ല വേറെ കേക്കൊന്നും വാങ്ങിക്കണ്ട. ഇതല്ല, ഞാൻ നല്ല കേക്ക്. എന്ത് എന്ത് കേക്ക്? വേറെ എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കും. അപ്പൊ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീഡിയോ ഉണ്ട്. 10 മിനിറ്റിന് കൂടുതൽ വെക്കാം നമുക്ക്. ഒരു കുറച്ച് നേരം 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഇത് കുത്തി നോക്കാം. അപ്പൊ അറിയാൻ പറ്റും. ഞാൻ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇഷ്ടമാണ്. മറ്റേ ഫ്ലോപ്പായി എന്താണ് മറ്റേ ORS പോലത്തെ സാധനം അതിനകത്തോട്ട് അതില് നോക്കി പറ, നിന്നെ കിട്ടണം. ORS പോലത്തെ സാധനം അതിനകത്ത് തന്നെ വരും. നമുക്ക് ബേക്കിംഗ് സോഡ ഒന്നുമില്ലെങ്കിൽ അത് ടീച്ചർ ബേക്കിംഗ് സോഡ ഉണ്ടായിരുന്നു, ഞാൻ എടുക്കുക. എന്താ ചെയ്യാൻ പോണോ? ഇനി ഇത് ഉരുക്കണം. ഇത് ഉരുക്കിയിട്ട് പാൽപ്പൊടിയുടെ കൂടെ ഇത് ഉരുക്കാനൊന്നും തോന്നണില്ല. ഇങ്ങോട്ട് പൊളിക്കെ കഴിക്കും. നമ്മൾ ഇവിടെ വെക്കും. അപ്പൊ ഉരുക്കും. ഡയറി മിൽക്ക് ഇഷ്ടമുള്ളത് ആരാണ്? എനിക്ക് ഇഷ്ടമാണ്. ഡയറി മിൽക്ക് ആർക്കും ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യും അല്ലേ? ആരും കമന്റ് ചെയ്യണമല്ലോ. നമുക്ക് ഇതിന്റെ ചുറ്റുമ്പോ കൊടുക്കാം. അപ്പൊ ഇത് ഉരുക്കും. പക്ഷെ ഇങ്ങനെ ഉരുകി കഴിഞ്ഞാൽ ഈ കവറിൽ ഉരുകി പിടിക്കില്ലേ? എടുക്കാൻ പണിയല്ലേ? കവർ ഫുള്ള് കീറിട്ട് പഠിച്ചെടുക്കും. എന്നിട്ട് വെച്ചിട്ട് ഞാൻ തൊട്ട് പാലൊഴിച്ച് മിക്സ് ചെയ്യും. ഞാൻ മിക്സ് ചെയ്യും. നീ മിക്സ് ചെയ്തോ? ഞാൻ ഒന്നും ചെയ്യണില്ലേ. ഞാൻ മിക്സ് ചെയ്തു. നീ പൊട്ടിച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ പാതിനൊക്കെ കഴുകി വെച്ചിട്ട് ഇതെനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. 2000 ഇവിടെ മടിയുള്ളവർക്ക് ഈ ഡയറി മിൽക്ക് കുരിക്കാൻ വേണ്ടിയിട്ട് ആവണി കണ്ടുപിടിച്ച ഐഡിയ ആണ്. ഭയങ്കര മടിയാണ്. ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചാൽ പോലും ഇങ്ങനെ ഒരു മടിയുള്ളൊരു മനുഷ്യത്തി. ഞാന് പഠിക്കാൻ വെറുതെ ഇരിക്കുവായിരുന്നു. പഠിക്കാൻ പോകാൻ തുടങ്ങി ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. അതിന് മുന്നേ വിളിച്ചാലും വരൂല. 2 അതിന് മുന്നേ എന്തോരം കിടന്ന് വിളിച്ചാലാണെന്ന് തന്നെ. എനിക്ക് ഫോണില്ല ഗൈസ്, അതുകൊണ്ടാ പ്രശ്നം. വല്ലവരുടെ ഫോണൊക്കെ തെണ്ടി കിട്ടിയിട്ടാണ് ഒരു വീഡിയോ എടുക്കാൻ. സ്വന്തമായിട്ടൊരു ഫോണില്ല, അതാണ് പ്രശ്നം. നിനക്ക് തിന്നല്ലേ പാൽപ്പൊടി? നല്ല രസമുണ്ട്. നോക്കട്ടെ. ഇപ്പൊ ആരും പറയൂല എന്നൊക്കെ ഉണ്ടാക്കി എണ്ണം കിട്ടും. അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്യോ? ഇല്ല, അതിൽ നിന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യണ്ട. എനിക്ക് ഭയങ്കര ഒരു കോര അത്രയൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ക്രീം വേണം. ക്രീം വേണ്ടേ?
വിപ്പിംഗ് ക്രീം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഒരു ചെറിയൊരു പരീക്ഷണമല്ലേ ഞാൻ ഇന്ന് കണ്ടുപിടിച്ച ഐഡിയ ഇങ്ങനെ ക്രീം ഉണ്ടാക്കുക. എന്ന് കണ്ടുപിടിച്ചത്? ആഹാ, പരീക്ഷണം അത് കൊള്ളാം. ഉണ്ടാക്കി കൂട്ടി വേണമെങ്കിൽ നമുക്ക് വെയിലത്തൊക്കെ ഉണക്കിയിടാം. ഉരുക്കാം. പക്ഷെ ഇപ്പൊ വെയിലില്ലാത്ത ഉച്ചക്ക് നല്ല വെയിലുണ്ടായിരുന്നു. നീ എപ്പോൾ ഉണ്ടായില്ല? നീ ഉണ്ടായിരുന്നു, മടി. നമുക്ക് 10 വെച്ച് വിളിക്കാം. ഞാൻ കൊടുക്കൂല. എല്ലാം വടിച്ചിടണം നമ്മൾ. ഒത്തിരി വേസ്റ്റ് ആക്കണം. ഡയറി മിൽക്കിന്റെ സ്മെല്ലടിച്ചിട്ട് എനിക്ക് കഴിക്കാൻ തോന്നണം. കഴിക്കാനൊക്കെ തോന്നും, സ്വാഭാവികം. എനിക്ക് എത്ര ഡയറി മിൽക്ക് കിട്ടിയാലും ഞാൻ ഒറ്റരിപ്പിനെ കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മത്ത് പിടിച്ച് കിടക്കും. ഇത് വേണമെങ്കിൽ നോക്കിക്കോ. അടുത്ത ഞാൻ അപ്പൊ ഇതിലില്ല, പക്ഷെ ഉണ്ടാവൂല. ഞാൻ വലിച്ചെടുക്കും. ഞാനെല്ലാം കഴിച്ചത്. അങ്ങനെ എല്ലാ ഡയറി മിൽക്കും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കാണാട്ടാ. എല്ലാ ഡയറി മിൽക്കും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് കാണാം. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഒഴിക്കണുള്ളു. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഒഴിക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടാ. ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെറൈറ്റി ആണ്, വെറൈറ്റി. നമ്മളെപ്പോഴും വെറൈറ്റി ഉണ്ടാക്കുള്ളൂ. നമ്മൾ നോർമലായിട്ടുള്ളതൊന്നും ഉണ്ടാക്കില്ല. കാരണം നമ്മളിൽ പൈസ ഇല്ല. അപ്പം നമ്മൾ വെറൈറ്റി കണ്ടുപിടിക്കും. ചിലവ് കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്യും. ഒരു വീഡിയോ എടുക്കണമെന്നൊരു ആഗ്രഹം. അപ്പം അവന് പറഞ്ഞ് കേക്ക് ഉണ്ടാക്കാം. ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ച ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ അതിന് ആവണിക്ക് ഒരു മൂഡില്ലെന്ന്. അല്ലെങ്കിൽ മടിയാണ്, പറ്റൂല. പിള്ളേരാണെങ്കിൽ ഭയങ്കര കച്ചറയാണ്. ഒച്ചെടുക്കൊണ്ട് ഓടി കിടക്കണം. ഇപ്പൊ നമ്മളെ ക്രീം കറക്റ്റ് ആയിട്ടില്ലേ? മതിയല്ലോ. ഇതാണ് നമ്മുടെ ക്രീമിന്റെ പരിവ്. ഓക്കെ, സെറ്റ്. പക്ഷെ ഇത് ആരും എടുക്കരുത് കേട്ടോ. ആരും എടുക്കൂല. ടേസ്റ്റ് ഒക്കെ നോക്കിട്ട് ടേസ്റ്റ് ചെയ്തല്ല കുറച്ച്. കൊള്ളാം, നല്ല ടേസ്റ്റ്. ഒന്നുകൊടുത്തോ? ഇത്ര ടേസ്റ്റ് നോക്കിയാൽ മതി. ടേസ്റ്റ് നോക്കി ലാസ്റ്റ് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവൂല. ഇത്രയും ക്രീം നമ്മൾ 4 ഡയറി മിൽക്കും ഒരു 10ന്റെ പാൽപ്പൊടിയും ഉണ്ട്. ബാക്കി ആ കേക്ക് ഒന്ന് വേവട്ടെ. 10 മിനിറ്റ് തന്നെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം റെഡി ആയിട്ടില്ല. ഇച്ചിരിയും കൂടി ആവാനൊരു ഭാഗത്ത് കുറച്ചു നേരം കൂടി ഇരുന്നാൽ ശരിയാവുമല്ലേ? റെഡി ആയില്ല, കുറച്ച് ആവാനുണ്ട്. ഒന്നും കൂടി അതിന്ന് വേവട്ടെ. 10 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടാ. റബ്ബർ ബാൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല, നീ എല്ലാം അഴിച്ചത്. ഇനി പാലിന്റെ ആവശ്യമില്ലല്ലേ? സെറ്റ് എടുത്ത് വെച്ചത്. രൂപയായി മൊത്തം. കോസ്റ്റ്. അപ്പൊ ഒരു ഡയറി മിൽക്ക് അപ്പൊ കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കിത് കുടിക്കണം. നീ കുട്ടിച്ചാൽ ഞാനും കുട്ടിക്കും. കുടിക്കത്തില്ല. പക്ഷെ ഇത് ഇരുന്ന് തിക്കാണുണ്ട് കണ്ട. ആവശ്യം കുറച്ചും കൂടി പാലൊഴിക്കാം. ഞാൻ ഇന്ന് കണ്ടുപിടിച്ച ക്രീമാണ് എന്റെ മാത്രം. പിന്നെ ഇത് അരിയിലൊക്കെ ചെയ്തിട്ടുണ്ടോ? പക്ഷെ ആരും നോക്കിയില്ല. ഞാൻ കേക്ക് ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. വലിയ ബേക്കർ. കേക്ക് 10 മിനിറ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് തുറക്കാം. വെന്തിട്ടില്ലേ? എന്നിട്ടുണ്ട് കുത്തി നോക്കിയില്ലേ?
വൃത്തിയാക്കിയ പാടിട്ടുണ്ട്. അപ്പൊ ഇത് വെന്തിട്ടുണ്ട് കേട്ടാ. നമ്മൾ സാഹസികമായി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. ഇതൊരു ചെറിയ പാത്രം, ഇതൊരു കൈ കൊള്ളാതെ എടുക്കണം, സൂക്ഷിച്ചെടുക്കണം, ആയുധങ്ങളൊക്കെ ആയിട്ടാണ് എടുക്കണം. ഓൾറെഡി ഇതിൽ കത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതും കൂടി വെച്ചപ്പോ പൂർത്തിയായി. ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റ് എടുക്കട്ടെ കേട്ടാ. അതെ, പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്, അപ്പൊ ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റാം കേട്ടോ. നമ്മൾ കേക്ക് സെറ്റ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടി വാങ്ങി കുറച്ചൊന്ന് കഴിഞ്ഞു, സാരില്ല, മുറിക്കാം. നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നുള്ളൂ, നമ്മുടെ പരീക്ഷണം നമ്മൾ കഴിക്കുന്നു. ഇനി മുറിക്കണം. അപ്പൊ ഇത് തേക്കണില്ല, അത് തേക്കാൻ മുറിച്ചിട്ടാ തേക്കണം. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ, രണ്ടായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് കാണാട്ടാ, വലിയൊരു എന്താണ് യുദ്ധം നടത്തണം, എന്നാലത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കട്ട് ചെയ്തപ്പോ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക്. അപ്പൊ നമുക്കിത് ഇങ്ങനെ പകുതി എടുത്ത് മാറ്റാം. പകുതി എടുത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കി പകുതിയിലേക്ക് നമുക്ക് ക്രീം ഇടും. ക്രീം തേച്ചോളൂ. നമ്മൾ സിറപ്പ് വഹിക്കണ്ട, കാരണം നല്ല സോഫ്റ്റ് ആണ്. മധുരം വേണ്ട, ഇത്തിരി കരിഞ്ഞു പോയെന്നേ ഉള്ളു, വേറെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വേറെ ഒന്നുമില്ല, ഓറിയോ ബിസ്ക്കറ്റ് അല്ലേ. ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടപ്പെടും. പിന്നെ ഈ സിറപ്പ്, ഈ ക്രീം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല മധുരം ഉണ്ട്. പിന്നെ ഇവിടെ എനിക്ക് അത്ര മധുരം ഇഷ്ടമല്ല, എനിക്ക് നല്ല മധുരം ഇഷ്ടമാണ്. ആ മണിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് വേഗം തീർത്ത് വെച്ചിട്ടാണ് അടുത്ത പണിക്ക് പോകാൻ. ഈ പീസും കൂടി അതിന്റെ മേലെ ചൂട് കേക്കണ്ടാ. ആദ്യമായിട്ടാണ് ചൂട് കേക്കെന്നൊക്കെ പറയണം. ചൂടോടെ കഴിക്കാൻ. ഒഴുകിപ്പോണ്. ഫ്രീസറിലെ ചെടിയോളിയായിരിക്കും. ഇനി ഇത് നമ്മളെടുത്ത് ഇതിന്റെ മേലോട്ട് ഒഴിക്കും. നല്ല ചോക്ലേറ്റില് കുഞ്ഞി കേക്കാണ് കേട്ടോ. അതിൽ ഷുഗർ പേഷ്യൻസ് ഒന്നും ഉണ്ടാക്കരുത്. ഇതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. ഒരു രസം അല്ലേ. പിന്നെ ലുക്കൊന്നും ഉണ്ടാവൂല ഈ കേക്കിന്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ഉണ്ടാക്കണതിനനുസരിച്ചൊക്കെ ലുക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ ഇപ്പൊ എത്ര സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി. കുറച്ച് വൃത്തിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തിരി ലുക്കൊക്കെ കിട്ടും. അതെ, ടേസ്റ്റ് അല്ലേ നമുക്ക് പ്രധാനം. നമ്മൾ ആർക്കും കൊടുക്കുന്നൊന്നുമില്ലല്ലോ. നമുക്ക് ഇന്നൊരു ഒരാഗ്രഹം തോന്നി. എനിക്കല്ല, ആവണിക്കൊരാഗ്രഹം തോന്നി. ഞാൻ ഉണ്ടാക്കാറുണ്ട്, അത് വേറെ കാര്യം. ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കി തിന്നും. ചെലവ് കുറഞ്ഞ കേക്ക്. ഇത് നമ്മുടെ കേക്ക് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ കഴിക്കാം. ബാക്കിയുള്ള ഞങ്ങൾ തിന്നും. എടുത്തിട്ടുണ്ട് എന്നിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ വേറെ ഐഡിയ എന്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ക്രീം കുറച്ച് ഇതായിപ്പോയി, വെള്ളമായിപ്പോയി. അത് വീണ്ടും പാലൊഴിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല, അതാണ് ഇങ്ങനെ ഒഴിക്കാനായിപ്പോയത്. സാരില്ല. നമുക്ക് മുറിച്ചാലോ? വേണോ? ബാക്കി വന്ന ക്രീം എങ്ങനെയുണ്ട്? എനിക്ക് തന്നില്ല. ഇറങ്ങി കിടക്കല്ലേ ഏട്ടാ. ഇത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കേക്ക് ഒന്നും പറയാൻ പറ്റില്ല, പുഡിങ്. അതെ. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മുറിക്കാൻ പോകുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള ഇതിനുള്ളിലൊക്കെ വെള്ളം പോലെ ഒഴുകുന്നു. നമ്മൾ അത്ര പാലിച്ചുള്ളതാണ്. നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ മാറ്റി നമ്മൾ വീണ്ടും ഉണ്ടാക്കും.
ഇച്ചിരി കുറുകിയിരിക്കണമായിരുന്നല്ലേ, വെള്ളമായിപ്പോയി, അതാണ് പറ്റിയത്. പക്ഷെ ഇതാണ് ടേസ്റ്റ് ഒക്കെ ഇട്ടാ, ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. ഒരു പീസ് എടുത്ത് കഴിച്ചോക്കെ. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണേ. ഇത് പൊളിച്ചെടുക്കല്ലേ ഏട്ടാ, നമ്മൾ ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുക്കട്ടെ. എടുക്കട്ടെ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പിള്ളേർക്ക് കുറച്ചൊക്കെ കൊടുത്ത് നോക്കാം, അവരെന്താ പറയണേ നോക്കാം. ആ അതെ, ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇപ്പൊ എല്ലാം പറ്റിയാ കൊടുക്കണ്ട, വെറുതെ പറഞ്ഞ കേട്ടോ, ഒന്നും പറ്റൂല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറിയൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? നീ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ലതാ. ഓരോ പീസ് പിള്ളേർക്ക് എടുത്ത് കൊടുക്കാം. കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്തോട്ടെ. അപ്പൊ ഞങ്ങളിതൊന്ന് വരാം. അപ്പൊ നമ്മള് കേക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചു, നല്ല കേക്കായിരുന്നു. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെന്താണ്, നാളെ നമുക്കൊരു വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം, ഒരു കുഞ്ഞു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല അല്ലേ? വീഡിയോ ഇടലും അങ്ങനെ കണക്കാണ്, ആവണി വരില്ല. ഇതാണ് ഒന്നാമത്തെ കാരണം. എനിക്കാണെങ്കിൽ ഫോണുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് മൊഴി നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞു. അപ്പം പിന്നീട് വരാം.